ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പർപ്പിൾ പ്ലാറ്റേഴ്സ് മലയാളം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ അതേ ക്രിസ്പിനെസ്സോടുകൂടി ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ്, അതും ഓവനില്ലാതെ. പിന്നെ ഇതിൽ മുട്ടയോ ബേക്കിംഗ് സോഡയോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുക്കീസ് ഉണ്ടാക്കാൻ പോണ പാത്രം എടുത്തിട്ട് അതിനെ ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് പ്രീ ഹീറ്റ് ചെയ്യാം. നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാൻ പോണ പാത്രം നമ്മൾ ചൂടാക്കൂല നേരത്തെ, അതുപോലെ തന്നെ. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. ഈ ബട്ടർ റൂം ടെമ്പറേച്ചറിൽ വെച്ചിരുന്ന ബട്ടർ ആട്ടോ, കണ്ടില്ലേ സോഫ്റ്റ് ആയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളിത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തേക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഓവൻ ഉണ്ടെങ്കിൽ അതിലൊരു 15 സെക്കൻഡ് ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ ഒന്ന് സോഫ്റ്റായി കിട്ടും. ഇനി നമുക്ക് ഈ ബട്ടറിനെ 5 മിനിറ്റ് ഇങ്ങനെ ബീറ്റ് ചെയ്തിട്ട് അതിനെ സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ നിങ്ങളതിൽ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ച് ചെയ്താൽ കൂടുതൽ ഫ്ലഫി ആയി കിട്ടും. ഞാൻ എളുപ്പത്തിന് വിസ്ക് വെച്ച് ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ. വിസ്ക് വെച്ച് കുറച്ച് കൂടുതൽ സമയം എടുക്കും. എങ്ങനെയായാലും കുഴപ്പമില്ല, ഇതൊന്ന് സോഫ്റ്റും നല്ല ക്രീമി ആയി കിട്ടണമെന്നേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മളെ ബട്ടർ ഇവിടെ റെഡി ആയി നല്ല ഫ്ലഫി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര. ഇത് നോർമൽ പഞ്ചസാര ഞാൻ പൊടിച്ചെടുത്തത് കേട്ടോ മിക്സിയിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഐസിങ് ഷുഗറും ചേർക്കാം. ഈ 1/2 കപ്പിന് പകരം 3/4 കപ്പ് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. എന്താ വെച്ചാൽ കൊക്കോ പൗഡറിന് കുറച്ച് കയ്പുണ്ടാവുമല്ലോ. ഇനി ഈ പഞ്ചസാരനും ബട്ടറിനും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് യോജിപ്പിച്ചിട്ട് അതിന് നല്ല ലൈറ്റും ഫ്ലഫി ആയി എടുക്കണം. അപ്പോൾ അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവും, ഒന്നും കൂടി ലൈറ്റ് ആവും. ഈ പഞ്ചസാര നന്നായിട്ട് ഉരുകണ വരെ കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്യാം. ഇതിന് നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ എപ്പോഴും അരിച്ചിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1 കപ്പ് മൈദ, ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ, ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതിനൊക്കെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നിങ്ങൾ ബട്ടർ ഇപ്പോൾ സോൾട്ടഡ് ആണെങ്കിൽ ഇതിൽ ഉപ്പ് ചേർക്കണം എന്നില്ല കേട്ടോ. എൻ്റെ അൺസോൾട്ടഡ് ബട്ടർ ആയതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്തുന്നേ ഉള്ളൂ. നമ്മൾ ഈ ബേക്കിംഗ് പൗഡർ നമ്മുടെ മൈദയും കൊക്കോ പൗഡറും ഒക്കെ ആയിട്ടൊന്ന് നന്നായി മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിച്ചെടുക്കുന്നത്. അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ നമുക്ക് ഈ നമ്മുടെ ബട്ടറും പഞ്ചസാരയും ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ബേക്കിംഗ് പൗഡർ കറക്റ്റായിട്ട് ഈ മിക്സ്ചറിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തില്ല. അപ്പോൾ നമ്മൾ ഈ കുക്കീസ് ബേക്ക് ചെയ്യാൻ സമയത്ത് അത് നന്നായിട്ട് വീർത്ത് വരില്ല. അപ്പോൾ നിങ്ങളിത് സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമ്മുടെ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം. ചോക്കോ ചിപ്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതിലിപ്പോൾ ഈ ചോക്ലേറ്റ് ചിപ്പിന് പകരം നമുക്ക് നട്ട്സൊക്കെ ഇടാം കേട്ടോ, അല്ലെങ്കിൽ വെറുതെ പ്ലെയിൻ ആയിട്ട് തന്നെ ചോക്ലേറ്റ് കുക്കീസും ഉണ്ടാക്കാം. ഇതിപ്പോൾ ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് ഉണ്ടാക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ അതിനുള്ളിൽ ഇട്ട് കൊടുത്തുന്നല്ലോ. അപ്പോൾ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി എന്തിനൊന്ന് നമുക്ക് ലൈറ്റായിട്ടൊന്ന് കുഴച്ച് ഒരു ഡോ പോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിന് ചെറിയ ചെറിയ ഉരുളകൾ എടുത്തിട്ട് ബോളാക്കിയിട്ട് അതിനെ അമർത്തി ഫ്ലാറ്റ് ആക്കാം. നമുക്ക് ഈ കുക്കീസ് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ റൗണ്ടാണ് ചെയ്തിരിക്കുന്നത്. എന്താണെന്നറിയോ, വേറെ ഷേപ്പ് ഞാൻ ട്രൈ ചെയ്തിട്ട് നടക്കുന്നില്ല, അതെന്നെ കാരണം. ഇനിയിപ്പോൾ ഈ മിക്സ്ചർ നിങ്ങൾക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുക്കാം. അതല്ല, ഈ മിക്സ്ചർ നിങ്ങൾക്ക് കൂടുതൽ സ്റ്റിക്കി ആയിട്ട് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ കയ്യിൽ ഒട്ടി പിടിക്കുകയാണെങ്കിൽ ഇതിൽ കുറച്ചും കൂടി മൈദയോ അല്ലെങ്കിൽ കൊക്കോ പൗഡറോ അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഷേപ്പ് ചെയ്ത കുക്കീസിനെ നമുക്കൊരു ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന ട്രേ കേട്ടോ. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഒരു ബട്ടർ പേപ്പറും വെച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഇതിൻ്റെ താഴെ ബട്ടർ കൊണ്ട് ഗ്രീസ് ചെയ്താലും മതി. ഇപ്പോൾ ഈ കുക്കീസ് ഉണ്ടാക്കാൻ ഈ ബേക്കിംഗ് ട്രേയോ അല്ലെങ്കിൽ അലുമിനിയം പാത്രം തന്നെ യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ. നമ്മുടെ കയ്യിലുള്ള സ്റ്റീലിൻ്റെ പാത്രം യൂസ് ചെയ്താലും മതി. എൻ്റെ ആ പാനിൽ ഈ സ്റ്റീലിൻ്റെ പാത്രം കയറാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ബേക്കിംഗ് ട്രേ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഏത് ട്രേയോ പാത്രമോ യൂസ് ചെയ്താലും അതിൻ്റെ ബേസിൽ അതിൻ്റെ അടിയിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ബട്ടറെങ്കിലും പറ്റി കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ബാക്കിയുള്ള കുക്കീസ് എല്ലാം ഷേപ്പ് ചെയ്തിട്ട് ട്രേയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കുക്കീസ് നമുക്ക് അടുത്ത ബാച്ചിൽ ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് നമുക്ക് ചോക്കോ ചിപ്സ് വെച്ച് കൊടുക്കാം. നമ്മളെ കുക്കീസിൻ്റെ ഷേപ്പും സൈസിനും അനുസരിച്ചിരിക്കും കേട്ടോ നമ്മുടെ കുക്കീസിൻ്റെ എണ്ണം. ഈ കുക്കീസ് ഷേപ്പ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ചെറിയ സൈസിൽ ഷേപ്പ് ചെയ്യായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ ഈ ട്രേയിൽ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പിൽ വെച്ച് കൊടുക്കാം. എന്താ വെച്ചാൽ ഇത് ബേക്കായി കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് വീർത്ത് വരും. അപ്പോൾ ഈ തമ്മിൽ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് സ്പേസ് കൊടുക്കാം. ഇനി ഈ ട്രേനെ എടുത്ത് നമുക്ക് നമ്മുടെ പ്രീഹീറ്റ് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിന് അടച്ചു വെച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 30-35 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാൻ പാടല്ലോ കേട്ടോ. 20 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ബേക്ക് ആയിട്ടുണ്ടാവും. പക്ഷേ ക്രിസ്പി ആവാൻ വേണ്ടി കുറച്ചും കൂടി കൂടുതൽ നേരം വെക്കണം. അതിന് വേണ്ടിയിട്ടായി ഒരു 35-40 മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ബേക്ക് ആയതിന് ശേഷം 1 മണിക്കൂർ തണുക്കാൻ വെക്കണം. ബേക്കായ ഉടനെ നമ്മൾ എടുത്താൽ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് പൊടിഞ്ഞു പോകും. തണുത്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പായി വരും. ബേക്ക് ആയതിന് ശേഷം എന്തേ നോക്കിയാൽ ആ സൈസ് കുറച്ചുകൂടി ഒന്ന് വലുതായില്ലേ, കുറച്ചുകൂടി ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ അടിഭാഗം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് നോക്കിയേ, നല്ല പെർഫെക്റ്റ് ആയിട്ടില്ലേ. നമ്മൾ കുക്കീസ് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ ഒട്ടും കരിഞ്ഞിട്ടും ഇല്ല. അപ്പോൾ ഒരു 35-40 മിനിറ്റ് എന്തായാലും ബേക്ക് ചെയ്യാം. ഇനി ഞാൻ നിങ്ങൾക്കിത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ക്രിസ്പിനെസ് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല ക്രിസ്പി അല്ലേ, കാണാനും നല്ല ഭംഗിയായിട്ടുണ്ട്. കടയിൽ നിന്ന് മേടിക്കുന്ന അതേ കുക്കീസ് പോലെ. ഇതിൻ്റെ ക്രിസ്പിനെസ്സിൻ്റെ സൗണ്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം കേട്ടോ. കേട്ടില്ലേ, നമ്മൾ പൊട്ടിക്കുമ്പോൾ സൗണ്ട് കേട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ കേൾപ്പിച്ചേട്ടോ. അപ്പോൾ ഈ കുക്കീസ് എന്തായാലും ഉണ്ടാക്കി നോക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസിനായി ചാനലിനെ സബ്സ്ക്രൈബും ചെയ്യാം.
പിന്നെ ഈ സ്ക്രീനിൽ കാണുന്ന വീഡിയോസ് എന്തായാലും കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.